ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല മഴയാട്ടോ. അപ്പോൾ ചായ കുടിക്കേണ്ട കുട്ടികൾ. മദ്രസ ഇല്ല, ഇന്ന് മദ്രസ ലീവാണ്. രാവിലേക്ക് നമ്മൾ ഓട്ടട ഉണ്ടാക്കി കേട്ടോ. പിന്നെ കറിയായിട്ട് ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു വരട്ടിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായടിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ടൊട്ടൂസ് ഇതാ വേഗം കുളിയൊക്കെ കഴിഞ്ഞിരിക്കണോ, മുറ്റത്ത് പോയിരുന്നു. അപ്പോൾ അടുപ്പത്ത് നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായി അവൻ്റെ കുളി വേഗം അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ മോൻ്റെ പാമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ അതിൻ്റെ ഉള്ളിലത്തേക്ക് എടുത്തിട്ട് ഒഴിവാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇതാ ഒരു ബക്കറ്റിലേക്ക് ഇടുകയാണ്. ഇനി കല്ലുപ്പിട്ട് വെച്ചിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ അത് വെള്ളമാവും കേട്ടോ. അങ്ങനെ അതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇതിൻ്റെ ഉള്ളിലത്തേക്ക് ഒഴിവാക്കിയിട്ട് ഞാൻ എന്താക്കും, ഇത് കഴുകി എടുക്കും കേട്ടോ. കഴുകി എടുത്താൽ നമുക്ക് പുരേന്ന് ഇതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് മൂത്രവും നമ്മളെ മേത്തും കാര്യങ്ങളൊന്നും ആവുന്നില്ല. അപ്പം നല്ല സുഖമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ. മോൻ്റെ തുണികളൊക്കെ ഉണ്ടേനെ ആറിടാൻ ഉമ്മച്ചി തിരുമ്പി വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ ഉമ്മച്ചി വലിയ തിരുമ്പിയതൊക്കെ ഉണ്ടേനെ അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആറിടുന്നുണ്ട്. പിന്നെ കോണിക്കൂടിൻ്റെ ഉള്ളിലും അകത്തും റൂമിലൊക്കെ അതിലിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ജനാലും ഒഴിവില്ല കേട്ടോ. എല്ലാ ജനാലുമ്പിലും തുണികളും മോൻ്റെ ഡ്രസ്സൊക്കെയാണ്. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, അളഞ്ഞ മഴ പെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. ഇനി കുഞ്ഞാപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖം അപ്പുറത്ത് കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ വിഷയം വരില്ല. മദർ ഒളിച്ചു നിന്ന് കാപ്പിടിക്കും. ഞാൻ കാണേം കാപ്പിടിക്കും. പെരും മഴ, ഇപ്പോൾ ഭയങ്കര തണുപ്പ്. ഒരു ഗ്ലാസ് ചൂടുള്ള കാപ്പി കുടിച്ചാൽ ഒരു സുഖമൊക്കെ ഉണ്ടാവുമല്ലോ. മോന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വേഗം കുളിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു രണ്ടടുപ്പത്തും. അങ്ങനെ റെഡിയായി നിൽക്കുമ്പോണ്ട് ചിക്കൻ കൊണ്ടുവരുന്നത്. ചിക്കൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം പോയിട്ട് ചിക്കൻ നന്നാക്കാം. ഉമ്മച്ചി എന്തായാലും നഞ്ഞീനു. ഉമ്മച്ചി മോൻ്റെ തുണിയെല്ലാം തിരുമ്പാൻ പോയിട്ട് നല്ല നഞ്ഞിക്കേനും. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചിനോട് പോയി പിന്നെ കുളിച്ചിട്ട് പോരുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ ചിക്കൻ നന്നാക്കായിരുന്നേ. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വലിയ പീസാക്കി തരാൻ പറഞ്ഞു. ഒരുപാട് വലുതല്ല, എന്നാലൊരു മീഡിയം സൈസിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ നന്നാക്കുകയാണ്. ആദ്യമൊക്കെ മക്കളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ബിരിയാണി എന്നും പറയട്ടോ. ഇപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മന്തി എന്ന് പറയും. അവർക്കിപ്പോൾ മന്തി ഭയങ്കര ഇഷ്ടം. എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ മന്തി. പിന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. മറ്റേത് മസാല കൂട്ടലും അങ്ങനെയൊക്കെ അല്ലേ, ഇത് ഉണ്ടാക്കാൻ നല്ല സുഖമല്ലേ. മന്തീൻ്റെ അരിയൊക്കെ പിന്നെ ഞാൻ നെക്സ്റ്റ് പോയ സമയത്ത് വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ചിക്കൻ മാത്രം മതി. ചിക്കൻ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമുക്കിത് ഇവിടെ എത്തും ചെയ്യും കേട്ടോ. എന്ത് സാധനത്തിനും എന്നല്ല എല്ലാ സാധനവും നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ആരുടെടുത്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. എനിക്ക് ചിക്കൻ നന്നാക്കാൻ കുറേ സമയമാണ് കേട്ടോ. ഉമ്മച്ചി പറയാൻ എനിക്ക് കുറേ സമയമാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തേക്കൊക്കെ എന്താ ചെറിയ ഒരു കറുപ്പ് സാധനമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ കത്തീൻ്റെ തുമ്പും കൊണ്ടൊക്കെ കുത്തി എടുക്കും. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര അറപ്പാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കുത്തി എടുത്താൽ എനിക്ക് കുറേ സമയമാണ് നന്നാക്കാൻ. പിന്നെ ഉമ്മച്ചി അരിയൊക്കെ കഴുകുന്നുണ്ട്. അരി കഴുകിയിട്ട് കുതിർത്തി വെക്കണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ മസാല ഉണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ ഫുഡ് കളർ ആക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് ഫുഡ് കളർ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. എന്നിട്ടൊട്ടു മറ്റേ എന്താ ക്ലേ ഉണ്ടാക്കൂല, നമ്മൾ മൈദപ്പൊടിയും ഒക്കെ വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കും വരും കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു. പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേണ്ട, ഫുഡ് കളർ വലിയ നല്ലതൊന്നല്ലല്ലോ, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിക്ക് ആക്കുന്നല്ലോ. അപ്പോൾ അതില്ലാതെ മസാലയൊക്കെ ആക്കി വെച്ച് തൊട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തൊന്ന് പോകല്ലോ കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നിടത്തൊക്കെ നമ്മളടുത്ത് വന്ന് അങ്ങനെ ഇരിക്കേ, അവനടുത്തുനിന്ന് മാറുകയേ ഇല്ല. അങ്ങനെ മന്തിയുടെ ചിക്കനൊക്കെ റെഡിയായി. അരി പിന്നെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വെന്തിട്ടില്ല, വെവാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുക്ക് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയുക തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾ തക്കാളി ചട്നീൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. തക്കാളി ചട്നിയും പിന്നെ മയോണൈസും നിർബന്ധമല്ല മന്തിക്ക്. നിർബന്ധം മീൻസ് നമുക്കൊരു ഇഷ്ടത്തിൻ്റെ നിർബന്ധം കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും, അതുകൊണ്ട് നമുക്ക് വേണം. ഉമ്മച്ചി അങ്ങനെ കൂട്ടൂല കേട്ടോ മയോണൈസൊന്നും, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. പിന്നെ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. ചിലവർ ഇതിൽ നമ്മൾ ചോറ് വേവിക്ക് കൊടുക്കുന്ന പട്ടയും ഗ്രാമ്പൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. ഞാനതൊന്നും മാറ്റില്ല. അതുപോലത്തെ നാരങ്ങയും ഒന്നും ഞാൻ മാറ്റില്ല. പിന്നെ ഞാൻ ചെറിയ ജീരകവും വേവിക്കുന്നതിൽ ഇടലുണ്ട് കേട്ടോ. അങ്ങനെ ഊറ്റിയെടുത്ത് പൊരിച്ച ചെമ്പട്ടീൻ്റെ താഴെ തന്നെ കുറച്ച് അതിൻ്റെ എണ്ണയും വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചോറിട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് ചിക്കനും ഇട്ട്, പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട്, പിന്നെ പച്ചമുളകും നല്ലോണം കുത്തി വെച്ച്, പിന്നെ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ കുറച്ച് പൊരിച്ച എണ്ണ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് സൺഫ്ലവർ ഓയിലല്ല നമ്മൾ പൊരിക്കുക, അതും അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കളേഴ്സൊക്കെ ഇതിലുണ്ടാവുമല്ലോ, നമ്മൾ ഇടുന്ന പൊടിയിലും അങ്ങനത്തെ കളറൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ, അത് മതിയല്ലേ, നമുക്ക് തന്നെ തിന്നാനല്ലേ. മോനെ
ഞാനിവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണം, അതിൻ്റെ സൗണ്ടാട്ടോ കേൾക്കണത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയായി. ഇനി അടുപ്പത്ത് വെക്കണം. അപ്പോൾ നല്ല കണലുണ്ട് അടുപ്പത്ത്. അപ്പോൾ കണലൊക്കെ ഒരു പാത്രത്തിൽ കോരി വെച്ചിരുന്നു, അതാ വെക്കട്ടെ. അങ്ങനെ അത് അടുപ്പിൽ വെച്ചിട്ട് മന്തി സെറ്റാകുമ്പോൾ, അതുപോലെ ബിരിയാണി അടുപ്പത്ത് വെച്ച് സെറ്റാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പം കുക്കറിൽ ചോറ് വെച്ചാലും എന്താ പറയുക, നമ്മൾ ദമ്മ് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ വെക്കും ഞാൻ. അതിൻ്റെ മുമ്പ് ഒന്ന് അടുപ്പൊക്കെ കത്തിക്കും. അങ്ങനെ എന്താ പറയുക, അതൊക്കെ സെറ്റായിട്ടോ. ഇന്നെടുക്കണ്ടേ പൊട്ടണ ഈ ഞെക്കി ഞെക്കി പോത്താൻ തോന്നുന്നുണ്ട്. ഇല്ല പകുതിയില്ല. എപ്പം ഞെക്കാൻ അറിയിക്കണ ആ കുരു എടുത്തുകൊണ്ടേ കളെ, കുരു എടുത്ത് കളെ. കുരു അവിടെ പുറത്ത് കൊണ്ടേട്. അത് മാറ്റി അതെടുക്ക് മുത്ത, ഇതെടുക്ക് ഇതെടുക്ക് ഇതെടുക്ക്. ചോറ് എന്നിട്ടൊക്കെ ആക്കാന്ന് വിചാരിച്ചത്. സമാധാനം തരില്ലോ. അപ്പൊ വിചാരിച്ചത് കഴിഞ്ഞിട്ട് ആക്കാൻ വിചാരിച്ചു. നമുക്കിന്ന് സ്പെഷ്യൽ മന്തില്ലേ, നമുക്കിന്ന് ഉച്ചക്ക് സ്പെഷ്യല് ഇന്നലെ വെക്കണം എന്നൊക്കെ വിചാരിച്ചോ. ഓ എൻ്റെ കൂട്ടുകാർ കുറച്ച് വെണ്ണപ്പഴം തന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിയിൽ വെച്ചിരുന്നു പഴുക്കാൻ. അപ്പോൾ ഇത് 24 മണിക്കൂറും പോയി ഞെക്കി വെക്കലാണ്, പഴുത്തുക്കോന്ന്. അങ്ങനെ ഒന്ന് ഇതാ പഴുത്തിട്ട് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആക്കാണ് തിന്നാൻ വേണ്ടിയിട്ട്. എടുത്തോ അവിടെ ആയിട്ടില്ല. അറുത്തു ഒരു പാത്രം എടുത്തിട്ട് വെക്കും, എനിക്ക് തരാം. ജ്യൂസ് അടിച്ചാൽ കഴിക്കുന്നുണ്ട് കേട്ടോ, ജ്യൂസ് അടിക്കണ്ട. അതാണ്ടേ നോട്ടല്ലോ. അങ്ങനെ ഒരു വെണ്ണപ്പഴം ഞങ്ങൾ എല്ലാവരും 50 ആക്കി തിന്നിട്ടാ. പിന്നെ അത് ആ ചോറ് വിളമ്പാൻ നോക്കുകയാണ്. പിന്നെ ചിക്കനൊക്കെ എടുത്ത് മാറ്റി ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ചെമ്പട്ടീൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ടോ. അങ്ങനെ മക്കൾക്ക് രണ്ടാൾക്ക് ചോറ് കൊടുത്ത്. അപ്പോൾ മോൻ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ തിന്നോളാം, എന്നാൽ അമ്മച്ചും കൂടെ തിന്നോളെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ എന്താ പറയുക, ഞാൻ തിന്നുമ്പോൾ കരഞ്ഞാലും അമ്മച്ചിക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഒരു 3 കൂടെ തിന്ന്, ഓരോ 3 തിന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ തിന്നണത്. പിന്നെ ഇവന് ഹൈഡി ഈ സംഭവം നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ സംഭവമായിട്ട് വെക്കുക. കേട്ട് മടുത്തുക്കണേ. ഇങ്ങനെ നമ്മളെ വീഡിയോസ് കാണുന്ന എവിടെയെങ്കിലും ഈ സംഭവം ഉണ്ടോ? 24 മണിക്കൂർ ഇതാട്ടോ. അപ്പോൾ കുക്കുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓളുള്ള ചോറ് തിന്നണേ. അങ്ങനെ ഇതാ എൻ്റെ ഊഴായിട്ടോ. അപ്പോൾ ഇതാ അടിച്ച് മിന്നിക്കുണ്ട്, നല്ല അടിപൊളി റൈസൊക്കെ അയക്കണം കേട്ടോ. പിന്നെ കളർ ചേർക്കാത്തതുകൊണ്ട് നമ്മൾ സാധാ നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കില്ലേ അതേപോലത്തെ ഒരു വൈറ്റുമെന്ന് എന്താ പറയുക പൊടി വരങ്ങിയൊരു കളർ കേട്ടോ, ആ ഒരു കളറാണ്. പിന്നെ രാവിലെ സാധനം കൊണ്ടുവന്നതിൽ മല്ലിച്ചപ്പവും കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചോറുണ്ടാക്കുന്ന തിരക്കിൽ ഇതൊന്നും എടുത്തു വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇതൊന്നും ഇങ്ങനെ ഒരു പെൻഡിങ് വെക്കണ ആളേ അല്ല കേട്ടോ ഞാൻ. ഇപ്പം എന്താ പറയുക, എൻ്റെ എല്ലാം തെറ്റിപ്പോയിക്കണ്. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ ചെയ്യണത്. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കണത്. ഇനി അതൊക്കെ കുപ്പിയിലിട്ട് വെച്ച്, മല്ലിച്ചപ്പൊക്കെ ഞാൻ വെയിലൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കുമെന്ന് പറയുക, കഴുകിയിട്ട് ഒരു തുണിയിലിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്തു വെക്കും കേട്ടോ. പിന്നെ തിന്ന പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുക്കും കൂടെ എന്താക്കി അതൊക്കെ കഴുകി. പിന്നെ ഞങ്ങൾ വീഡിയോയിൽ കുറച്ച് ഷോ ഒക്കെ ഇറക്കിക്കണേ, ഒന്നും മെയിൻറ്റാക്കണ്ട കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കുകയാണ്. പിന്നെ കടി ഉണ്ടാക്കാനുണ്ടായിരുന്നു, മടി പിടിച്ച്. ഇന്ന് എന്തൊക്കെയോ ഒരു വയ്യായ്മ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്നും വേണ്ടാന്ന് വിചാരിച്ച്. അങ്ങനെ റസ്ക്കും കൂട്ടി ചായ കുടിക്കുകയാണ്. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് കവറങ്ങ് പൊട്ടിച്ച് ചായ കുടിച്ചാൽ മതിയല്ലോ. അങ്ങനെ പാലുണ്ടായിരുന്നു, അപ്പോൾ പാൽ ചായയും കൂട്ടി റസ്ക്കൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ ചോറൊന്നും എന്താ പറയുക, ഇവരിങ്ങനെ കുറേ കഥകൾ കേൾക്കുക. ഇവരെ സ്കൂളത്തെ കഥകൾ, അതുപോലെ മദ്രസയത്തെ കഥകൾ, അതുപോലെ വരുന്ന വഴിയുമ്പത്തെ കഥകളൊക്കെ കേൾക്കാം. ഇവർ ടി വിയുടെ അടുത്തായി ടി വി കാണുമ്പോൾ ഇതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് പല കഥകളും കേൾക്കാം. നല്ല രസമാണ് കേൾക്കാൻ. ചില സമയത്തൊക്കെ ദേഷ്യം പിടിക്കും കേട്ടോ.
എന്തൊക്കെയോ ഇങ്ങോട്ട് പറയും. അത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അവർക്ക് നമ്മളോടും ദേഷ്യം പിടിക്കും. പൊതുവേ ഇവർ രണ്ടാളും എങ്ങനെയാണ് അറിയാം, എന്നോട് ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് ഇവർ സ്കൂൾ വിട്ട് വന്നാൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറയട്ടോ, സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളും അങ്ങനെ കുറേ കഥകൾ കേൾക്കാൻ പറ്റും എപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. അറിയോ? അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.